ദിവസം പലരും സമുദ്രം കാണിക്കാൻ പറ്റാത്ത കാഴ്ചകൾ കാണിച്ചു കൊടുത്തോ, കൃഷ്ണമോളിപ്പോൾ ജീവനോടുണ്ടോ, അങ്ങനെയൊക്കെ പല പല മനസ്സിൽ കുത്തുന്ന ഓരോ വാക്കുകളൊക്കെ പറഞ്ഞ് പലരും ട്രോൾ ചെയ്തും കളിയാക്കിയതും മെസ്സേജും അതുപോലെ കമന്റുകളൊക്കെ ഉണ്ട്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള ആ ദിവസത്തിൽ തന്നെ ഞങ്ങളെ വീടൊക്കെ ഒരു മരണ വീട് പോലായിരുന്നു. കാരണം എൻ്റെ ഉമ്മ അന്യ വീടിൽ നിന്ന് വേറൊരു സ്വന്തം ഉമ്മയെ ഉപ്പയെ ഒക്കെ ഒഴിവാക്കി ഒരു പുതു വീട്ടിലേക്ക് വരുന്ന ഈ പെണ്ണിന്റെ അവസ്ഥ, അതിന്റെ ഒരു മാനസികാവസ്ഥ വല്ലാത്ത അവസ്ഥയാണ് അല്ലേ. അതുപോലെ ഇങ്ങനെ ഒരു വിമർശനങ്ങളൊക്കെ ഉണ്ടായപ്പോൾ അവൾ ഒരുപാട് തവണ കരഞ്ഞിട്ടുണ്ട്. അതിന് പുറമെ എൻ്റെ ഉമ്മ നിസ്കാരപ്പായിലിരുന്ന് കരഞ്ഞിട്ടുണ്ട്. എൻ്റെ ഉപ്പ പലവട്ടം പലർക്കും വിളിച്ച് ചോദിക്കുമ്പോൾ കരഞ്ഞ് സംസാരിച്ചിട്ടുണ്ട്. ഇനി എൻ്റെ രണ്ട് മക്കൾ എന്താ ചെയ്തത്, എൻ്റെ മരുമകൾ എന്താ ചെയ്തത്, എൻ്റെ മോൻ എന്താ ചെയ്തത്, അവരൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഇത്രയും വിമർശനങ്ങളും ട്രോളുകളും ഇവിടെ സംഭവിച്ചു. അതിന് ആരോടും ദേഷ്യമല്ല, എല്ലാവരോടും സ്നേഹം മാത്രമേ ഉള്ളൂ. ഇനിയും ഇതുവരെ വിമർശിച്ചതും ട്രോൾ ചെയ്തതൊക്കെ എല്ലാവരും ആ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കിക്കണമെങ്കിലും സന്തോഷം. മൂപ്പര് പാടിയത് നമ്മളെ സുഹൃത്തല്ലേ, ഒന്ന് ഉഷാറാക്കി കൊടുക്കാന്നുള്ള നിൽക്കാണ്. സ്റ്റേജിൽ നിന്ന് ഇറങ്ങിപ്പോയി ഞാൻ പുറത്തിങ്ങനെ ഓരോരുത്തരെ സ്വീകരിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ എന്നോട് പറഞ്ഞൊരു വർത്താനുണ്ട്. സമുദ്രസ്താദെ, ഞാൻ പാട്ടിൽ അറിയാതെ എടാ സമത എന്നുള്ളൊരു പ്രയോഗം പിന്നെ പ്രയോഗിച്ചിട്ടുണ്ട്. അതിൽ നിങ്ങൾ ഒന്ന് മനസ്സിലൊക്കെ പൊരുത്തപ്പെട്ടിട്ടുണ്ട്. മൂപ്പര് എന്താ പാടിയെന്ന് കൂടി എനിക്കറിയില്ല, കാരണം ഞാൻ കല്യാണ തിരക്കിലാണ്. അത് മാത്രമല്ല, ഇതിലൂടെ ഉണ്ടായ പ്രയാസം കാരണം മൂപ്പരും ഈ പാട്ട് പാടിയ ആൾ പോലും വല്ലാതെ പ്രയാസപ്പെട്ടിട്ടുണ്ട്. മൂപ്പർക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. പുറത്തിറങ്ങുമ്പോൾ ആളുകൾ സെൽഫി എടുക്കുക, കളിയാക്കുക. മാത്രമല്ല മൂപ്പര് എനിക്ക് വിളിച്ച് ഒരുപാട് തവണ പൊരുത്തം ചോദിച്ചിട്ടുണ്ട്, എൻ്റെ വൈഫിനോട് കുടുംബത്തോടൊക്കെ. ഞാൻ കാരണമാണല്ലോ. കാരണം ഈ പാട്ട് പാടിയ ആൾ ഉസ്താദോ മൂലരോ ഒന്നുമല്ല, മൂപ്പര് ഒരു നാടനായ വ്യക്തിയാണ്. ദിവസം പലരും സമുദ്രം കാണിക്കാൻ പറ്റാത്ത കാഴ്ചകൾ കാണിച്ചു കൊടുത്തോ, കൃഷ്ണമോളിപ്പോൾ ജീവനോടുണ്ടോ, അങ്ങനെയൊക്കെ പല പല മനസ്സിൽ കുത്തുന്ന ഓരോ വാക്കുകളൊക്കെ പറഞ്ഞ് പലരും ട്രോൾ ചെയ്തും കളിയാക്കിയതും മെസ്സേജും അതുപോലെ കമന്റുകളൊക്കെ ഉണ്ട്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള ആ ദിവസത്തിൽ തന്നെ ഞങ്ങളെ വീടൊക്കെ ഒരു മരണ വീട് പോലായിരുന്നു. കാരണം എൻ്റെ ഉമ്മ അന്യ വീടിൽ നിന്ന് വേറൊരു സ്വന്തം ഉമ്മയെ ഉപ്പയെ ഒക്കെ ഒഴിവാക്കി ഒരു പുതു വീട്ടിലേക്ക് വരുന്ന ഈ പെണ്ണിന്റെ അവസ്ഥ, അതിന്റെ ഒരു മാനസികാവസ്ഥ വല്ലാത്ത അവസ്ഥയാണ് അല്ലേ. അതുപോലെ ഇങ്ങനെ ഒരു വിമർശനങ്ങളൊക്കെ ഉണ്ടായപ്പോൾ അവൾ ഒരുപാട് തവണ കരഞ്ഞിട്ടുണ്ട്. അതിന് പുറമെ എൻ്റെ ഉമ്മ നിസ്കാരപ്പായിലിരുന്ന് കരഞ്ഞിട്ടുണ്ട്. എൻ്റെ ഉപ്പ പലവട്ടം പലർക്കും വിളിച്ച് ചോദിക്കുമ്പോൾ കരഞ്ഞ് സംസാരിച്ചിട്ടുണ്ട്. ഇനി എൻ്റെ രണ്ട് മക്കൾ എന്താ ചെയ്തത്, എൻ്റെ മരുമകൾ എന്താ ചെയ്തത്, എൻ്റെ മോൻ എന്താ ചെയ്തത്, അവരൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഇത്രയും വിമർശനങ്ങളും ട്രോളുകളും ഇവിടെ സംഭവിച്ചു. അതിന് ആരോടും ദേഷ്യമല്ല, എല്ലാവരോടും സ്നേഹം മാത്രമേ ഉള്ളൂ. ഇനിയും ഇതുവരെ വിമർശിച്ചതും ട്രോൾ ചെയ്തതൊക്കെ എല്ലാവരും ആ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കിക്കണമെങ്കിലും സന്തോഷം. മൂപ്പര് പാടിയത് നമ്മളെ സുഹൃത്തല്ലേ, ഒന്ന് ഉഷാറാക്കി കൊടുക്കാന്നുള്ള നിൽക്കാണ്. സ്റ്റേജിൽ നിന്ന് ഇറങ്ങിപ്പോയി ഞാൻ പുറത്തിങ്ങനെ ഓരോരുത്തരെ സ്വീകരിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ എന്നോട് പറഞ്ഞൊരു വർത്താനുണ്ട്. സമുദ്രസ്താദെ, ഞാൻ പാട്ടിൽ അറിയാതെ എടാ സമത എന്നുള്ളൊരു പ്രയോഗം പിന്നെ പ്രയോഗിച്ചിട്ടുണ്ട്. അതിൽ നിങ്ങൾ ഒന്ന് മനസ്സിലൊക്കെ പൊരുത്തപ്പെട്ടിട്ടുണ്ട്. മൂപ്പര് എന്താ പാടിയെന്ന് കൂടി എനിക്കറിയില്ല, കാരണം ഞാൻ കല്യാണ തിരക്കിലാണ്. അത് മാത്രമല്ല, ഇതിലൂടെ ഉണ്ടായ പ്രയാസം കാരണം മൂപ്പരും ഈ പാട്ട് പാടിയ ആൾ പോലും വല്ലാതെ പ്രയാസപ്പെട്ടിട്ടുണ്ട്. മൂപ്പർക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. പുറത്തിറങ്ങുമ്പോൾ ആളുകൾ സെൽഫി എടുക്കുക, കളിയാക്കുക. മാത്രമല്ല മൂപ്പര് എനിക്ക് വിളിച്ച് ഒരുപാട് തവണ പൊരുത്തം ചോദിച്ചിട്ടുണ്ട്, എൻ്റെ വൈഫിനോട് കുടുംബത്തോടൊക്കെ. ഞാൻ കാരണമാണല്ലോ. കാരണം ഈ പാട്ട് പാടിയ ആൾ ഉസ്താദോ മൂലരോ ഒന്നുമല്ല, മൂപ്പര് ഒരു നാടനായ വ്യക്തിയാണ്.